കോഫി കുടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ഗൈസ്. ഇവിടെയെല്ലാം ഷോപ്പിംഗ് മാർക്കറ്റാണ്. ഒരുപാട് ഷോപ്പിംഗ് കടകളൊക്കെ ഉണ്ട് ഇതിനകത്തെല്ലാം ചെറിയ ചെറിയ ദുബായ് പ്ലാസ. ഇത് ദുബായ് പ്ലാസ. ഇവിടെ ഇതിനകത്തും ഒരുപാട് ഷോപ്പിംഗ് കടകളുണ്ട്, ഒരുപാട് ഷോപ്സ് ഉണ്ട്. ദുബായ് പ്ലാസ ഇവിടെയൊക്കെ വന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കാണ് ഗൈസ്. അപ്പം ഒരു കോഫി കുടിക്കാൻ കോഫി കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ 5 മണി കഴിഞ്ഞാൽ 5 മണി വേണ്ട, ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ അങ്ങ് തിരക്കാവും. ഇവിടുത്തെ ഇപ്പം കിടക്കുന്ന ഏരിയ അല്ല, ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആയത് ഫുൾ. ബാംഗ്ലൂർ വരുന്നവർ എന്തായാലും ഇവിടെ വരാതെ പോകത്തില്ല. ബ്രിഗേഡ് റോഡ് എന്ന് പറയും. ഇത് ബ്രിഗേഡ് റോഡ് നടത്തിയിരിക്കുന്നത്. ബ്രിഗേഡ് റോഡിൽ വന്നിട്ട് നമ്മൾ ഇപ്പം വന്നാൽ ഇവിടെ ആരും ഇല്ല, ഈ സമയത്ത് ആരും ഇല്ല. ഒരു 3 മണി 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഓഫീസ് ജോലിയിലേക്കൊക്കെ പോയി ഏകദേശം 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ജോലിക്കായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം രാവിലെ ഇറങ്ങും. ബ്രിഗേഡ് റോഡ് നിൽക്കുന്നതാണ്. ബ്രിഗേഡ് റോഡാണ്. ബ്രിഗേഡ് റോഡ് 2016 മുതൽ ഇവിടെ ഉണ്ട്. 2014 മുതൽ ഫേവറേറ്റ് പ്ലേസാണ് ബ്രിഗേഡ് റോഡ്. ഞാൻ 2014 മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് കരിയിലൊക്കെ ഉണ്ടാകുന്ന കയറി വേറെ വൈകാറ്. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടാകും വേറെ വൈകാറ്. ഇപ്പോഴത്തെ ശാന്തത. വെള്ളമൊന്നുമില്ല. ഇപ്പം വെള്ളമുണ്ട്, മഴയൊക്കെ ആയെന്ന് പറയുന്നത്. വെള്ളമൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ. ഇപ്പോഴത്തെ ഒരു ശാന്തത പിന്നീട് അവിടെ കോഫി കിട്ടും. കോഫി കുടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പിടിക്കാം. 2 കോഫി മേടിക്കാം. കോഫി മേടിച്ചിട്ട് കുടിച്ചിട്ട് റോഡിൽ പോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകാം. ഓക്കെ ഗൈസ്. നിങ്ങൾ ഈ സ്ഥലം കണ്ടോളാം, നോക്കി വെച്ചു. ഈ സ്ഥലം നോക്കി വെച്ചു. ഇപ്പം രാവിലെ ഏകദേശം 9:30 ആയതുള്ളൂ സമയം. ഏകദേശം 1 മണി കഴിയുമ്പോൾ ഇവിടുത്തെ തിരക്ക് കാണാം. അതായിരിക്കും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതാണ് ബ്രിഗേഡ് റോഡിൻ്റെ പ്രത്യേകത. 1 മണി കഴിഞ്ഞ് രാത്രി 1 മണി 1:30 വരെ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ ആളായിരിക്കും. രാവിലെ നടക്കാൻ പറ്റും. ശനി ഞായറിനോട് ഈ ഏരിയയിലോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ബ്രിഗേഡ് റോഡിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. ബാംഗ്ലൂർ വന്നാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബ്രിഗേഡ് റോഡ്. ഈ റോഡിൽ കൂടെ, ഈ ആളില്ലാത്ത ബ്രിഗേഡ് റോഡിൽ കൂടെ നമ്മൾ നടക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ അക്കരെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ ഒരുപാട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമാണ് ജസ്റ്റ് ബാംഗ്ലൂർ. ജസ്റ്റ് ബി എല്ലാവരും ഇവിടേക്ക് കൂടെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല കേട്ടോ, നേരത്തെ ഇവിടെ വരാറുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ഫേവറേറ്റ് പ്ലേസാണ് ഈ ഏരിയ. ഇപ്പോൾ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഷോപ്പ് എനിക്ക് ഇവിടുത്തെ ഒരു സാധനം മേടിക്കുക. ഇതും ഇവിടെയും ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലം. കട്ടി കാപ്പി. ഇവിടെ മൊണാർക്ക് ഹോട്ടലിലാണ് നേരത്തെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. മൊണാർക്ക് ഹോട്ടൽ ഇപ്പോൾ അവിടെ റേറ്റ് കൂടുതലാണ്. ഇപ്പം അങ്ങോട്ട് മാറി സ്റ്റേ ചെയ്ത് ബ്രിഗേഡ് സിഗ്നലാണ്. അതൊക്കെ മുമ്പോട്ട് നമുക്ക് പോകാം. അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. അങ്ങോട്ടൊക്കെ പോയി കാണിക്കാം. ഓക്കെ. ഷോപ്പ് ഓപ്പണായി നോക്കണം. ഷോപ്പ് ഓപ്പണായി നോക്കി സാധനങ്ങൾ മേടിക്കും. ഷോപ്പ് ഓപ്പണായിട്ടുണ്ട്. നോക്കിയിട്ട്
അപ്പോൾ അപ്പം ഇവിടുന്ന് കുറച്ച് സാധനം മേടിച്ച് നമ്മൾ പുറത്തോട്ട് പോകാറുണ്ട്. നമ്മൾ സ്ഥിരം വരാറില്ല ഇവിടെ. മൊണാർക്ക് നമ്മൾ താമസിക്കാറുള്ള ഹോട്ടലാണ് മൊണാർക്ക് ഹോട്ടൽ, സാംസങ്. ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേൽ നല്ല തിരക്കായിരിക്കും MG റോഡിൽ. ഇവിടെ 10 മണി 11 12 ആകുമ്പോഴേ ഷോപ്പുകളെല്ലാം തുറക്കും. അപ്പോൾ അതുവരെ ഷോപ്സ് രാത്രി ലേറ്റ് നൈറ്റിലാണ് ഷോപ്പ് ഓപ്പൺ ആകുന്നത്, ക്ലോസ് ആകുന്നത്. അപ്പം ഒരു പെർഫ്യൂം മേടിച്ചു, ബ്രഷ് മേടിച്ചു, പേസ്റ്റ് മേടിച്ചു, റൂമിലോട്ട് പോവാണ്. കറുപ്പന് ഫ്രഷായിട്ട് കണ്ട് പണിപോലെ കറങ്ങിയിട്ടാണ് ടേസ്റ്റ്. കോറമ്പാടി പോയിട്ട് കോറമംഗല 2-3 സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കോറമംഗലമുള്ള ഫോറമ്പാടും ദുർഗാമാളും ബാംഗ്ലൂരിൽ വന്നാൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. എനിക്കിപ്പോൾ ഞാനൊരു വർഷമായിട്ട് ബാംഗ്ലൂരിൽ വന്നിട്ടില്ല. ഒരു വർഷത്തിന് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ വരുന്നത്. ബാംഗ്ലൂരിൽ ഞാൻ വിട്ടതായിരുന്നു. നമുക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ബാംഗ്ലൂരിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ചീത്തയായിട്ടൊന്നും പറയത്തില്ല. ബാംഗ്ലൂരിൽ വന്ന് പരിചയമുള്ള ആൾക്കാർ മാത്രമേ ബാംഗ്ലൂർ നല്ലവർക്ക് നല്ലത്, ചീത്ത ആൾക്കാർക്ക് ചീത്തയാണ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ കറങ്ങാൻ പോകണം ഗൈസ്. രാത്രി 8 മണിക്കാണ് എൻ്റെ റിട്ടേൺ ട്രെയിൻ. ഓക്കെ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ബാംഗ്ലൂരാണുള്ളത് ഗൈസ്. അപ്പം ഞാൻ രാത്രി 2 മണിക്ക് ബാംഗ്ലൂർ വന്നാണ്. ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത് ഗൈസ്. അപ്പം ബാംഗ്ലൂരിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അത് നമ്മൾ കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ബാംഗ്ലൂർ. എൻ്റെ ലൈഫിലെ ബെസ്റ്റ് പ്ലേസാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂരിൻ്റെ അതുപോലൊരു വൈബ് ഒരിടത്തും കിട്ടത്തില്ല. ഇന്ത്യയിൽ എവിടെ പോയാലും കിട്ടത്തില്ല. അപ്പം ഗൈസ്, മറ്റുള്ളവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ബാംഗ്ലൂർ എന്ന് കേട്ട് കഴിയുമ്പം അത് ആലമ്പ സ്ഥലമാണ്, അങ്ങനെ ഇങ്ങനെ അവിടെ പോയല്ല. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇവിടെ വരുന്നവർക്ക് ചീത്തയാവേണ്ടവർക്ക് ചീത്തയാണ്, നല്ലതായിട്ട് നടക്കേണ്ടവർക്ക് നല്ലതായിട്ട് നടക്കാം. അതാണ് ബാംഗ്ലൂർ. അപ്പോൾ ആ ബാംഗ്ലൂർ വന്നു കഴിയുമ്പോൾ അത് ആർക്കാണെങ്കിലും ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ആൾ വന്നു കഴിഞ്ഞാൽ അയാൾ പറയും എനിക്ക് ഒന്നുകൂടെ പോകണം. അങ്ങനെ ഒരു എൻ്റർടൈൻ കിട്ടുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. ഒരു വർഷമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ബാംഗ്ലൂർ. ഞാൻ മനഃപൂർവ്വം വരാതിരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ബാംഗ്ലൂരിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വിസിറ്റ് ചെയ്യും.